ഹായ് ഓൾ, എവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്കുള്ളിലെ നിങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലരും കോച്ചിങ് സമയത്തായാലും കൗൺസിലിംഗ് സമയത്തായാലും ഒക്കെ വരുമ്പോൾ പറയുന്നത്, ഞാൻ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാറില്ല, എല്ലാം പാതി വഴിയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുന്നു എന്നുള്ളൊരു കാര്യമാണ് പലരുടെയും പ്രശ്നം തന്നെയാണത്. പക്ഷെ അതിന് നമ്മൾ പ്രശ്നമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഹീലിംഗ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളൊരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ നെഗറ്റീവാക്കാൻ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് വീണ്ടും കണക്ട് ചെയ്ത് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുക്കുക. പരമാവധി നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അൺസ്റ്റോപ്പബിൾ യു എന്ന് പറയുന്ന ഒരു ലൈഫ് കോച്ചിങ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതൊരു പേഴ്സണൽ ലൈഫ് കോച്ചിങ് പ്രോഗ്രാമാണ്. ഓക്കെ, പലരുടെയും ഉള്ളിലുള്ള ഫിയർ, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ഡൗട്ട്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ വിജയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ, കാര്യങ്ങളെയൊക്കെ കണ്ടെത്തി നിങ്ങളുടെ ഉള്ളിലുള്ള ഫുൾ പൊട്ടൻഷ്യലിനെ നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക, നിങ്ങളെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു പേഴ്സണലായിട്ടുള്ള ലൈഫ് കോച്ചിങ് പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പരിധി കഴിയുന്ന സമയത്ത് സ്വന്തം കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് അതാണ്. അതായത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ്സിലേക്ക് എത്തുമോ, അവിടെ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ, കാര്യങ്ങളെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ലൈഫ് കോച്ചിങ് വഴി ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൽഫ് ഡൗട്ട് ആൻഡ് ഫിയറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സെൽഫ് ഡൗട്ട്? സെൽഫ് ഡൗട്ടും ഫിയർ എന്ന് പറയുന്നത് രണ്ട് കോമൺ ആയിട്ടുള്ള ഇമോഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തി അവനവൻ്റെ ഗോളിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പല മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഉള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് സെൽഫ് ഡൗട്ട്? സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു വ്യക്തിയുടെ കഴിവ് നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നൊരവസ്ഥ, ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, കൺഫ്യൂഷൻ ആയിരിക്കുന്നൊരവസ്ഥ. ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ, അപ്പോൾ രണ്ടിലും ഉറപ്പിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോകും. അവിടെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്, സ്വയം അവനവനെ കുറ്റപ്പെടുത്തും, പാസ്റ്റ് മിസ്റ്റേക്കിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടാവും. ഫിയർ ഓഫ് ഫെയിലിയർ, നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുമോ, പരാജയപ്പെട്ടു പോകുമോ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് വേണോ വേണ്ടയോ, അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വരാറില്ലേ, ഇതെല്ലാം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമുക്ക് സെൽഫ് അവയർനെസ്സിലൂടെയും പോസിറ്റീവ് സെൽഫ് ടോക്കിലൂടെയും കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തും ഒക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു കോച്ചിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൗൺസിലിംഗ് സർവീസ്, കോച്ചിങ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഫാമിലി കൗൺസിലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സർവീസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് നാളുകളിലായിട്ട് വന്ന ഒരുപാട് ഡൗട്ടുകൾ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. പലതും തുടങ്ങി വയ്ക്കുന്നു, പക്ഷെ അതെങ്ങും എത്തിക്കാൻ പറ്റുന്നില്ല. പല പ്രാക്ടീസസും ചെയ്യുന്നുണ്ട്, മൈൻഡിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടായാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല, എല്ലാം പാതി വഴിയിൽ സ്റ്റോപ്പ് ആവുന്നു, വീണ്ടും പഴയ പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്ത് ജീവിച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ വിജയത്തിലെത്തുന്നത്. സ്വയം അവനവരോട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അവനവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം പാസ്റ്റ് മിസ്റ്റേക്കിന് നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്വയം അവനവന് തന്നെ ഒരു കോച്ചിങ് കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിജയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി.
എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് അതിന് നമ്മൾ കണ്ടെത്തുക. ചിലപ്പം പാസ്റ്റിലെ ചൈൽഡ്ഹുഡിലെ ചില ഇഷ്യൂസ് ആയിരിക്കാം നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ഗ്രോത്ത് ചിലപ്പം മുന്നിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അപ്പം പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ വന്ന കാര്യമായിരുന്നു പക്ഷെ അത് ഫെയിലായിപ്പോയി എന്നുള്ളത്. ഓക്കെ, അപ്പം ചിലപ്പോൾ നമ്മൾ എന്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യുക, ഇന്നർ ചൈൽഡ് ഹീലിംഗ് കണക്ട് ചെയ്യുക, നല്ല ഒരു പേഴ്സണാലിറ്റിയിലേക്ക് വരിക, നമ്മുടെ ആ ഒരു പഴയ പാറ്റേണൊക്കെ മാറി പുതിയൊരു വ്യക്തിത്വമായിട്ട് മാറുക. നമ്മുടെ ക്യാരക്ടറിലുള്ള ചേഞ്ചസ് പോലും നമ്മുടെ ഗ്രോത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ചില കാര്യങ്ങളായിരിക്കും, ചില പോയിന്റുകളായിരിക്കാം ചിലപ്പോൾ നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. പലരും വിധിയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവനവൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക, പുതിയ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെ അടിപൊളിയായിട്ട് നല്ലൊരു വ്യക്തിത്വമായിട്ട് മുന്നോട്ടേക്ക് വരാൻ ഏവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.